ഈ പറഞ്ഞ കച്ചവട സ്ഥാപനങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു കണക്ക്, നമ്മളൊരു പ്രതീതി യാഥാർത്ഥ്യം ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്ത് യഥാർത്ഥ സ്ഥിതി എന്ത് എന്ന് നമുക്കെങ്കിലും അറിയുക എന്നുള്ളത് പ്രധാനമാണല്ലോ. കേരളം കൊള്ളാവുന്ന ഒരിടമാണ്, കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരട്ടെ എന്ന് നമുക്ക് മാർക്കറ്റ് ചെയ്യാം, അത് വേറൊരു തലം. പക്ഷെ അതിനപ്പുറത്ത് നമുക്ക് യഥാർത്ഥ യാഥാർത്ഥ്യം എന്താണ്, പ്രതീതി എന്താണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതിൽ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഈ പറഞ്ഞതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ സർക്കാരിന് നാട്ടിന് ഏതെങ്കിലും ഗുണകരമല്ലാത്ത രീതിയിൽ വ്യവസായ സംരംഭങ്ങൾ ഉണ്ട് എങ്കിൽ അതാണ് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കടകൾ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ ആ കണക്ക് പറയുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? അതിന് പകരം അതൊക്കെ ലക്ഷണം 10 ലക്ഷം കള്ളങ്ങൾ എന്ന് പറഞ്ഞ് പരമ്പര എഴുതുന്നുണ്ടല്ലോ, അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ നാട്ടിലെ തട്ടുകട അല്ലെങ്കിൽ കോഴിക്കട, KPCC പ്രസിഡന്റ് പറഞ്ഞ പോലെയാണ് കോഴിക്കട രജിസ്റ്റർ ചെയ്തു. ശ്രീ ജോസഫ് സി മാത്യു അറിയാവുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് അറിയേണ്ടതാണത്. ആക്സസ് ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ്, ബാങ്കുകളിൽ നിന്ന് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ വ്യാപാര സ്ഥാപനത്തിനാണെങ്കിൽ ഇവരൊക്കെ സാധാരണഗതിയിൽ 100 രൂപയ്ക്ക് 10 രൂപ മാസം പലിശ കൊടുക്കുന്ന പാർട്ടികളാണ്. ഇവർക്കൊരു ക്രെഡിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു രജിസ്ട്രേഷൻ വേണം. വ്യവസായ മന്ത്രി ആ രജിസ്ട്രേഷൻ എടുത്ത് വെച്ച് കേരളത്തിൻ്റെ വ്യാപാര രംഗത്തുള്ള മുന്നേറ്റം എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്കതിനെ ചോദ്യം ചെയ്യാം, അതൊരു പ്രശ്നമേ ഇല്ല. ഇതിൻ്റെ അകത്തെ പെർസെപ്ഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിറ്റക്സ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, അവരുടെ യൂണിറ്റിൽ കടന്നു കയറി പരിശോധന നടത്തി, അതുകൊണ്ട് ഞങ്ങൾ ഇനി കേരളത്തിലില്ല എന്ന് പറഞ്ഞു. കേരളത്തിൽ അവരിപ്പോഴും ഉണ്ടോ എന്നുള്ളത് വസ്തുതയാണ്. സർക്കാർ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് നമ്മളിതിന് അന്വേഷിക്കേണ്ടത്. അവിടെയാണ് കേരളം വ്യവസായ സൗഹൃദമായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അവിടെ ഇപ്പം ഞാൻ കേരളത്തിലിപ്പോൾ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായിട്ടുള്ള സിന്തൈറ്റിൻ്റെ പഴയ മാനേജിംഗ് ഡയറക്ടർ എന്നോട് പറഞ്ഞു, 27 ഇൻസ്പെക്ടർമാർക്ക് ഞങ്ങളുടെ കമ്പനിയിൽ വന്ന് പരിശോധിക്കാം, 27 പേർക്കും ക്ലോഷർ നോട്ടീസ് കൊടുക്കാം. അങ്ങനത്തെ അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാർ അത് മാറ്റി, സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നു, പുതിയ സംവിധാനം കൊണ്ടുവന്നു, കുറേ സുതാര്യമായ സംവിധാനം കൊണ്ടുവന്നു. കേരള സെൻട്രൽ ഇൻസ്പെക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി, അത് കുറേ കൂടി ട്രാൻസ്പെറൻ്റായി. അങ്ങനെ സർക്കാർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം 3 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന ലൈസൻസ് അത് ഡീംഡ് ലൈസൻസാണ്. അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ, അതിൻ്റെ കെട്ടിടം എവിടെ എന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ചോദ്യം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പോലും ഈ കെട്ടിടവും ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടെങ്കിലും ഈ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് കിട്ടൽ ബുദ്ധിമുട്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഒരു ഡീംഡ് ലൈസൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു പവർ ലോണ്ടറിക്കാരൻ ഒരു ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞപ്പോൾ അവനോട് ഫയർ ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. ഫയർ ലൈസൻസിൻ്റെ ആവശ്യമില്ലാത്തൊരു ചെറിയ കെട്ടിടത്തിലാണ്. അതിൻ്റെ പുറകെ പറ്റി വ്യവസായ മന്ത്രി ഇടപെടേണ്ടി വന്നു, അയാൾക്ക് ഒരു ഡീംഡ് ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ അവസ്ഥ മാറി, അത് ഓൺലൈനായിട്ട് മാറിയിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള, വ്യവസായ വിരുദ്ധമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഇടയ്ക്ക്, ബ്യൂറോക്രാറ്റുകളുടെ ഇടയ്ക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന വർത്തമാനം കൂടിയാണെന്ന് ഞാനിതിനെ കണക്കാക്കുന്നത്. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, യൂത്ത് കോൺഗ്രസ് നേതാവിനോട് ചോദിക്കാനുള്ളത്, അദ്ദേഹം ഈ കോവിഡിൻ്റെ നമ്പറിൽ വലിയ സർക്കാർ പറഞ്ഞ മുഴുവൻ കള്ളമാണോ എന്ന് പറഞ്ഞു. അതെന്താണ് എന്നറിയാൻ ആഗ്രഹമുണ്ട്. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അഭിലാഷിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, ഇതിൽ സർക്കാർ നടത്തുന്ന ശ്രമം, അതിൻ്റെ അകത്ത് രാഷ്ട്രീയക്കാരുടെ നിലയ്ക്ക് വ്യവസായ മന്ത്രി കുറച്ച് ഹൈപ്പ് കൂട്ടി പറയും. ഹൈപ്പ് കൂട്ടി പറഞ്ഞെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഉറപ്പുള്ള ആളാണ് ഞാൻ. കാരണം ഓരോ സംസ്ഥാനത്തും നിക്ഷേപ സമ്മേളനം കഴിഞ്ഞ് 5 ലക്ഷം കോടി, 10 ലക്ഷം കോടി, 15 ലക്ഷം കോടി എന്നൊക്കെ ചുമ്മാ കേട്ടോണ്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തും വരും. ഈ ലക്ഷം കോടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സംസ്ഥാനങ്ങളൊക്കെ സ്വിറ്റ്സർലൻഡിനേക്കാളും വരും. നമ്മളൊന്നും കാണാറില്ലല്ലോ. ഞാൻ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ്. 5ഉം 8ഉം 10ഉം ലക്ഷം കോടികളാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വീട്ടിൽ കഴിയുമ്പോൾ പറയാൻ വേണ്ടിയിട്ടുള്ളത്. എല്ലാ സർക്കാരുകളും കുറച്ചൊക്കെ ഹൈപ്പ് ചെയ്യും. അതിൻ്റെ അകത്ത് വസ്തുക്കൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ കണ്ടെടുത്തോളം ഇതിൻ്റെ അകത്ത് സർക്കാർ ആത്മാർത്ഥമായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. അതെല്ലാം അവരുടെയാണെന്ന് അവർ പറയുന്നില്ല. എനിക്ക് ഈ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടണമെന്നുണ്ട്. എവിടെയാണ് ഈ കോവിഡിൻ്റെ കണക്കിൽ സർക്കാർ കള്ളത്തരം കാണിച്ചത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. ഞാൻ ഇന്നലെയും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്നത് കേട്ടു. യൂത്ത് കോൺഗ്രസിനോ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ആരോപണം ഉണ്ടെങ്കിൽ അത് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. ശരി.